ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അന്നേരം രാവിലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം കുറച്ച് ഡാൽഡയാണ് ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ദോശമാവൊക്കെ തന്നെ നല്ല പൊളിച്ച് വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്നും മാവില്ല, കുറച്ച് മാവേ എടുത്ത് വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ, അരച്ച് വെച്ചിട്ടുള്ളായിരുന്നു. അന്നേരം ഈ മാവ് ദോശ ഉണ്ടാക്കിയിട്ട് ഇതാണ് മക്കൾക്ക് ഇന്ന് കൊടുത്തും വിടുന്നത്. അന്നേരം നമ്മളിന്ന് ദോശയ്ക്ക് ചമ്മന്തിയായിട്ട് അരയ്ക്കുന്നത് തക്കാളിയും പൊട്ടുകടലയും ഒക്കെ വെച്ചൊരു ചമ്മന്തിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചോറും ഒക്കെ വെക്കണമെന്നും പറഞ്ഞൊക്കെയാണ് എഴുന്നേറ്റ് വന്നത്. പക്ഷേ ദോശ ഉണ്ടാക്കിയപ്പോഴത്തേന് മക്കൾ രണ്ടുപേരും അത് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം ഞാൻ അപ്പൂസിനോട് കൈ കൊണ്ട് പോയി കുളിക്ക് പല്ല് തേക്കെന്നൊക്കെ കാണിക്കുവാണ്. അന്നേരം നമ്മൾ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം കേട്ടോ. രാവിലെ ആവുമ്പോൾ നമ്മൾ മക്കളോട് എല്ലാം ഇങ്ങനെ പറയണമല്ലോ. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി പോയി പല്ല് തേക്ക്, കുളിക്ക്, ടൈം ടേബിൾ എടുത്ത് വയ്ക്കുക, ഇതൊക്കെ പറയണമല്ലോ. അന്നേരം നമ്മൾ ഈ ക്യാമറ ഓണാണെന്നൊന്നും ഓർക്കത്തില്ല. അന്നേരം ഇങ്ങനെ അങ്ങ് പറയും കേട്ടോ. അന്നേരം നമ്മുടെ ചേട്ടൻ രണ്ട് അടുക്കളയിൽ വന്ന് എന്തൊക്കെയോ എടുക്കുകയോ ഒക്കെയാണ് കേട്ടോ. അന്നേരം ഈ ക്യാമറ ഓണായിരിക്കുന്ന കാര്യം ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ ഈ ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അന്നേരം അത് ഓണാക്കി വെച്ചുകൊണ്ടാണ് രാവിലത്തെ വീഡിയോ എടുക്കുന്നത്. അന്നേരം നമ്മൾ ദോശയൊക്കെ തന്നെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം രാവിലെ തന്നെ എനിക്ക് ജോലികളെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. അന്നേരം നമ്മുടെ പനിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പനിയൊക്കെ കുറഞ്ഞു, പക്ഷേ നമ്മുടെ സൗണ്ട് നല്ലവണ്ണം അടവുണ്ട് കേട്ടോ. അന്നേരം അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മരുന്നൊക്കെ തീർന്നപ്പോൾ ഇന്ന് പോകേണ്ട ദിവസമാണ്. അന്നേരം രാവിലെ ജോലികളൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അന്നേരം ഒരുപാട് വീഡിയോസൊന്നും ഞാനിന്ന് എടുത്തിട്ടില്ല കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസും ചേട്ടനും ഒക്കെ അടുക്കളയിൽ തന്നെയുണ്ട്. ഓരോന്നും രാവിലെ ഇങ്ങനെ അപ്പൂസ് പറഞ്ഞുകൊണ്ടൊക്കെ വരുവാണ് കേട്ടോ. അന്നേരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കുളിക്കുക, പല്ല് തേക്കെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രാവിലെ തന്നെ ടിനോപ്പന് പോകണം. അന്നേരം അവന് ദോശയും ചമ്മന്തിയും കൊടുത്തു വിടാമെന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം കറി വെക്കാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അന്നേരം ഇന്ന് ഞാൻ ചോറ് വെച്ച് കറിയൊക്കെ കൊടുത്തു വിടാമെന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ദോശയും ചമ്മന്തിയും മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു എന്നാൽ അത് തന്നെ കൊടുത്തുവിടാമെന്ന്. നല്ല നെയ്യൊക്കെ ഒഴിച്ച ദോശ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ കേട്ടോ. അന്നേരം ഞാൻ ചമ്മന്തിക്കായിട്ട് കുറച്ച് ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്, ചുമന്നുള്ളി, പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പൊട്ടുകടലയാണ് ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ, ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇതിനകത്ത് പൊട്ടുകടലയോ ഉഴുന്നുപരിപ്പോ മതി. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേന് ഞാൻ പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന്, മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി ഒന്ന് അരിഞ്ഞാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അരച്ചെടുക്കണ്ട കേട്ടോ, തൊലി കളഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇത് നല്ലവണ്ണം ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി എടുത്തിട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരട്ടെ. ഉള്ളിയും പൊട്ടുകടലയും നമ്മുടെ തക്കാളിയും എല്ലാം നല്ലവണ്ണം വഴണ്ടി വന്നപ്പം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല കളറില്ല കേട്ടോ. കളറുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചേറെ ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവ് ഒത്തിരി വേണ്ടല്ലോ, അതുകൊണ്ട്
ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി മുളക് പൊടി കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ തേങ്ങാപ്പീരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പീര ഇട്ടിട്ട് നമ്മൾ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് തേങ്ങ മൂക്കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് ആറി വരുമ്പോൾ നമുക്ക് അരച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അന്നേരം ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലതാണ് ഈ ചമ്മന്തി. അന്നേരം നമ്മുടെ രാവിലത്തെ ദോശയും ചമ്മന്തിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി ആറി കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ ദോശ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അന്നേരം എല്ലാവർക്കും കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ വേണ്ടതുകൊണ്ട് കുറേ നേരം നിന്ന് വേണം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട്. അന്നേരം ആറിയപ്പോൾ നമ്മളതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അന്നേരം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അതിൻ്റെ ഒരു സൗണ്ടാണ്, കൊട്ടിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്ന. വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കൊട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മൾ അന്നേരം ഓൺ വോയിസ് അല്ലല്ലോ കൊടുക്കുന്നത്, പിന്നെ വോയിസ് കൊടുക്കാൻ നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കും. അന്നേരം ഈ കൊട്ടിൻ്റെ സൗണ്ട് നിങ്ങൾ ഓർക്കും എവിടെയാണെന്ന്, ഉത്സവം വല്ലതും ആണോ എന്നല്ല കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലിങ്ങനെ പിള്ളേരെ എല്ലാം ഇങ്ങനെ കൊട്ട് പഠിപ്പിക്കുന്നൊരു വീടുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ ഇന്നലത്തെ പച്ചക്കറിയൊക്കെയാണ് മുറത്തിയിരിക്കുന്നത്. ഒരു അപ്പൂസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം റേഡിയോയിൽ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദോശയും ചമ്മന്തിയും ഒക്കെ ആയിട്ടുണ്ട്. അന്നേരം അവർക്കെല്ലാം കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ചോറ് വെക്കണം, കറി വെക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഈ ചട്നിയൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ ഈ ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൂസിനൊക്കെ ഒത്തിരി ഇഷ്ടമായി. അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കാൻ അറിയാത്തവർ കേട്ടോ. എന്നിട്ട് നമ്മുടെ ദോശയും ചട്നിയാണ് ഇന്ന് രാവിലെ. അന്നേരം അതിൻ്റെ മുകളിലൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കേട്ടോ. ഇതിന് വേണമെങ്കിൽ നമുക്കൊന്ന് കടു താളിച്ചിടാം. ഞാൻ പക്ഷേ കടു താളിച്ചില്ല കേട്ടോ. ആദ്യമേ നമ്മൾ എണ്ണ ഒഴിച്ച് പൊട്ടുകടലയൊക്കെ ഇട്ടതല്ലേ. അന്നേരം പിന്നെ ഞാൻ കടു താളിച്ചില്ല. അന്നേരം പിന്നെ ഇന്ന് അപ്പൂസിന് കുംഫുവിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ട് സ്കൂളിൽ. അതിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി ഇട്ട് നോക്കിയിട്ടൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ തേണ്ട ദോശയൊക്കെ 2 പേർക്കും കഴിക്കാനൊക്കെ എടുത്ത് വെച്ചു, കൊണ്ടുപോകാനൊക്കെ കൊടുത്തു. അന്നേരം എന്താ പറയണ്ടേ, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ കൂട്ടുകാരുടെ കമൻറ്റുകളൊക്കെ 2 ദിവസമായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ. അന്നേരം അവരൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ തേണ്ട അരിയൊക്കെ ഇട്ടു, ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അവർ പോയില്ല കേട്ടോ, അവർ പോകുന്നതിന് മുന്നെയാണ്. പിന്നെ അവരൊക്കെ പോയി കേട്ടോ. അന്നേരം അവിടെ മഴയൊക്കെ പെയ്തു കേട്ടോ. പോകാൻ നേരം നല്ലൊരു മഴയൊക്കെ രാവിലെ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര മൂടാപ്പാണ്, വെയിലൊന്നുമില്ല കേട്ടോ. അന്നേരം സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ അരി ഒക്കെ ഇട്ടതൊക്കെ വേകാനായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മീൻ കറിയോടാണ് വെക്കുന്നത് കേട്ടോ. അന്നേരം മീൻ വെട്ടിയതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അന്നേരം നമ്മുടെ മീൻ സത്യം പറഞ്ഞ ഈ മീനിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. അന്നേരം മീൻ കറിയൊക്കെ വെക്കുന്നത് ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ലേ. അന്നേരം നമ്മുടെ മീനൊക്കെ തന്നെ നല്ല വറ്റി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.